ഇന്ന് നമ്മളെ പ്രവാസികൾ വലിയൊരു പ്രയാസത്തിലാണ്. പ്രവാസികളല്ല, ലോകം മുഴുവനും ഇന്നലെ മുതൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പെണ്ണുങ്ങളാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലായിരിക്കും. യുദ്ധം, ഇറാനും ഇസ്രയേലും യുദ്ധം നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇന്നലെ ഖത്തറിലേക്ക് ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന ഖത്തറിലേക്ക് അവിടെ അമേരിക്കൻ പട്ടാളത്തിൻ്റെ താവളത്തിലേക്ക് ഇറാന്റെ മിസൈൽ വന്ന് വീണിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാ ഫ്ലൈറ്റുകളും റദ്ദാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ലോക അവസാനത്തിൻ്റെ ഒരു അടയാളം എല്ലാം അടച്ചു. എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു. വലിയ പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവാസികളെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഈ പ്രവാസികളുള്ളത് കൊണ്ടാണ് കേരളത്തിൽ നമുക്കറിയുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അറിയാത്തത് പറയാൻ പറ്റില്ല. ഇന്ന് കേരളത്തിലുള്ള സകലമാന യതീംഖാനകളും ഹിഫ്ള് കോളേജുകളും, എന്തിനേറെ പറയണം, ഒത്തിരി യതീം മക്കൾ ഏറ്റെടുത്ത ഭക്ഷണങ്ങളൊക്കെ പ്രവാസികളാണ്. പ്രവാസ ലോകം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരുപാട് നാട് പട്ടിണിയോ, കേരളം മാത്രമല്ല. അതുകൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ എന്താ പറയുക, ഇറാനുമായിട്ടുള്ള യുദ്ധം ആദ്യം ഉണ്ടാവുന്ന. ഇറാന് പിന്നെ മൂന്നാം ലോക മഹായുദ്ധം, അങ്ങനത്തൊക്കെ ഒരു ഇതുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഇന്ന് എത്രയും പെട്ടെന്ന് നേതാക്കന്മാർ ചർച്ച നടത്തി അള്ളാഹു എത്രയും പെട്ടെന്ന് പരിഹാരം അള്ളാഹു കാണിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മളെ പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ദുനിയാവില്ല. മനസ്സിലായില്ലേ? ഭക്ഷണങ്ങൾ പോലും എന്താവില്ല കിട്ടാൻ. നമ്മളെ നാട്ടിലേക്ക് വരുന്ന എണ്ണ എല്ലാത്തിനും പ്രയാസമായിരിക്കും. പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, പൈസ തിന്നാൻ പറ്റുമോ? എണ്ണ തിന്നാൻ മനസ്സിലായി. എനിക്കൊരു ഓർമ്മ ഉണ്ട്, ഒരു പെണ്ണ് പിന്നെ ഒരു 2-3-4 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. തമിഴ്നാട്ടിൽ എല്ലാം ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഒരൊറ്റ കട പോലും തുറക്കാൻ പറ്റില്ല. അതിലൊരു പെണ്ണ് ഒരു TV ചർച്ചയിൽ പറയുന്നുണ്ട്, 5 ലക്ഷം ഒരു മാസം ആ പെണ്ണിന്റെ സാലറി 5 ലക്ഷമാണ്. എന്നിട്ട് പറയാ ഒരു കുപ്പി വെള്ളത്തിന് ബുദ്ധിമുട്ടിന്നാണ്. അല്ലാഹു കാക്കട്ടെ. നമുക്ക് നമ്മളെ ദുആക്ക് ഇജാബത്ത് അല്ലാഹു തരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് അവർക്ക് വേണ്ടി ഫാത്തിഹ, പ്രവാസികൾക്ക് ഫാത്തിഹ ഓതണം. പ്രവാസികൾക്ക് ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് സമാധാന രീതിയിലേക്ക് എന്ത് ചെയ്യട്ടെ, തിരിച്ചു വരട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് യുദ്ധം അവസാനിച്ചോ? വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. ഖത്തറിൻ്റെ എല്ലാ അൽഹംദുലില്ലാഹ്
യുദ്ധം അവസാനിച്ച് തോന്നുന്നുണ്ട്. അള്ളാഹു റാഹത്ത് നൽകട്ടെ. യുദ്ധം അവസാനിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ കേട്ടോ. യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഒരുപാട് സ്ഥലങ്ങള് പട്ടിണിയാവും, നാടൊക്കെ കുട്ടിച്ചോറാവും. നിങ്ങൾ അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. യുദ്ധം അവസാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു യുദ്ധം അവസാനിക്കട്ടെ കേട്ടോ. എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരുന്നു. എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിന് ഇപ്പോൾ ഖത്തറിൽ ഒരു ബോംബ് കൊടുത്തിട്ടു, മിസൈല് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തും സന്തോഷം അല്ലാഹു തരട്ടെ. വിഷമങ്ങൾ തരാതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. വെടിനിർത്തൽ കരാർ, യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ്, യുദ്ധം അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. യുദ്ധം അവസാനിക്കട്ടെ കേട്ടോ. യുദ്ധം അവസാനിക്കട്ടെ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കൊട്ടിച്ചോറാവും. നിങ്ങൾ വിചാരിക്കുക കേരളം മാറ്റി ഇട്ടാവട്ട കേരളം മാത്രമേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അല്ല, മറ്റുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ നമ്മളൊക്കെ കുടുങ്ങും. അള്ളാഹ് കാക്കട്ടെ. യാസീൻ ഓതുകയാണ് കേട്ടോ. എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരുന്നു. ഇന്നലെ കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട ഖത്തർ വിമാനങ്ങളൊക്കെ അടച്ചു. അൽഹംദുലില്ലാഹ് അതൊക്കെ തുറന്നു. എല്ലാതും കേട്ടോ, സർവീസുകളൊക്കെ പുനരാരംഭിച്ചു. അൽഹംദുലില്ലാഹ്, അള്ളാഹു കാക്കട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് യാസീൻ ഓതുകയാണ്. ഒത്തിരി ആളുകൾ മരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.